ഇപ്പോൾ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെന്താമര കോടതിക്കകത്തേക്ക് കയറിപ്പോയത്. വിധി കേൾക്കാൻ സജിതയുടെ മക്കളായ അതുല്യയും അഖിലയും കോടതിയിൽ എത്തിയിരുന്നല്ലോ. പരമാവധി ശിക്ഷ എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. ശിക്ഷാവിധി മറ്റന്നാളാണ്. എന്താണ് ശിക്ഷ എന്ന ഉദ്വേഗമല്ലേ എല്ലാവർക്കും? സ്മൃതി, തീർച്ചയായും കടുത്ത ശിക്ഷ തന്നെ ഈ സജിത വധക്കേസിൽ ചെന്താമരയ്ക്ക് ലഭിക്കണം എന്നുള്ളതായിരുന്നു സജിതയുടെയും സുധാകരൻ്റെയും മക്കളായിട്ടുള്ള അഖിലയും അതുല്യയും അതുപോലെ തന്നെ സജിതയുടെ ബന്ധുക്കളെല്ലാം ഒരുപോലെ ആവശ്യപ്പെട്ടിരുന്നത്. ഏതായാലും ഇപ്പോൾ പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ചെന്താമര കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകളുടെയും അതുപോലെ തന്നെ സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു കണ്ടെത്തൽ കോടതി നടത്തിയിരിക്കുന്നത്. ഏതായാലും ശിക്ഷാവിധി മറ്റന്നാൾ വരുമ്പോൾ എന്ത് ശിക്ഷയാണ് ചെന്താമരയ്ക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സജിതയുടെ ബന്ധുക്കൾ, പ്രത്യേകിച്ചും പോത്തുണ്ടിയിലെ ജനങ്ങൾ കാണുന്നു. കാരണം ചെന്താമര പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള ഭീഷണിയുണ്ട്, വലിയ രീതിയിലുള്ള ഭയം തങ്ങൾക്കുണ്ട്. തങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് ഈ ചെന്താമരയെക്കുറിച്ച് ആലോചിച്ച് എന്നുള്ളത് പലതവണ പോത്തുണ്ടിക്കാർ പറഞ്ഞതാണ്, സജിതയുടെ ബന്ധുക്കൾ പറഞ്ഞതാണ്. പക്ഷേ പോലീസ് കൃത്യമായി പ്രവർത്തിക്കാതിരുന്നത് കൊണ്ടാണ് ചെന്താമര ഇത്തരത്തിൽ ഈ സജിത കൊലക്കേസിൽ പുറത്തേക്ക് ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷം വീണ്ടും സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയും കൊലപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടായെന്നുള്ളത് വലിയ രീതിയിലുള്ള ആരോപണവും വിമർശനവും ഉയർന്നതാണ്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ചില മൊഴികൾ ഈ കോടതിയിലേക്ക് എത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പുഷ്പയുടെ മൊഴിയായിരുന്നു. അയൽവാസിയായിരുന്നു, സജിതയുടെയും ചെന്താമരയുടെയും അയൽവാസിയായിരുന്നു പുഷ്പയാണ് ചെന്താമര സജിതയെ കൊലപ്പെടുത്തി വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത് നേരിട്ട് കണ്ട വ്യക്തി എന്ന് പറയുന്നത്. പുഷ്പ യാതൊരു രീതിയിലുള്ള ഭയവുമില്ലാതെ കോടതിയിലേക്ക് എത്തി കൃത്യമായി തന്നെ ചെന്താമരയ്ക്കെതിരെ മൊഴി നൽകിയിരുന്നു. മാത്രമല്ല ചെന്താമരയുടെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ സമയത്ത് സജിതയുടെ കയ്യിൽ ചെന്താമരയുടെ ഷർട്ടിൻ്റെ ഒരു കഷ്ണമുണ്ടായിരുന്നു. ആ ഷർട്ടും അതുപോലെ തന്നെ സജിതയെ കൊലപ്പെടുത്താൻ ചെന്താമര ഉപയോഗിച്ചിരുന്ന ആയുധവും കൃത്യമായി തന്നെ കോടതിയിലേക്ക് എത്തി. തൻ്റെ ചെന്താമരയുടെ പക്കലുണ്ടായിരുന്ന ആയുധം തന്നെയാണ് എന്നുള്ളത് ചെന്താമരയുടെ ഭാര്യ കോടതിയിലേക്ക് എത്തി കൃത്യമായി തന്നെ മൊഴി നൽകിയിരുന്നു. മാത്രമല്ല ചെന്താമരയുടെ ഒരു സുഹൃത്ത് ഇത്തരത്തിൽ ഈ കൊലപാതകം നടത്തിയ ശേഷം ചെന്താമര ആദ്യം ഫോണിൽ ബന്ധപ്പെടുത്തിയ സുഹൃത്തിനെയാണ്. ആ സുഹൃത്തും ചെന്താമരയ്ക്കെതിരായിട്ടുള്ള മൊഴി ഈ കോടതിയിൽ എത്തി നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ചെന്താമരയുടെ സഹോദരൻ ഉൾപ്പെടെ ചെന്താമരയ്ക്കെതിരായിട്ടുള്ള മൊഴിയാണ് നൽകിയത്. ഇപ്പോൾ ഈ ശിക്ഷാവിധിക്ക് ശേഷം ഇപ്പോൾ ചെന്താമരയെ കോടതിയിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുകയാണ്. യാതൊരു വ്യത്യാസവുമില്ലാതെ യാതൊരു മുഖഭാവങ്ങളും ഇല്ലാതെയാണ് ചെന്താമര ഇത്തരത്തിൽ താൻ കുറ്റക്കാരനാണ് എന്നുള്ള പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് ചെന്താമരയെ താഴേക്കിറക്കുകയാണ്. ചെന്താമരയുമായി പോലീസ് ചെന്താമരയെ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കോടതി ഉത്തരവിന് ശേഷം പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വിധിക്ക് ശേഷം എന്താണ് പ്രതികരിക്കുക എന്നാണ് അറിയേണ്ടത്. നേരത്തെ മാധ്യമങ്ങളോട് അക്രമാസക്തമായൊക്കെ പെരുമാറിയിട്ടുള്ളതാണ്. നിലവിൽ ഒന്നും തന്നെ ചെന്താമര പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇനി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഒന്നും പറയാനില്ല എന്ന് കോടതിയിലെടുത്ത നിലപാടാണ്. ചെന്താമരയുമായി പോലീസിന്റെ വാഹനം ഇപ്പോൾ കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ചെന്താമരയെ ഇപ്പോൾ കോടതിയിലേക്ക് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതായാലും 16-ന് വീണ്ടും ചെന്താമരയെ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് എത്തിക്കും. അതിനുശേഷം എന്താണ് ഈ സജിത കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി എന്നുള്ളത് വലിയേറെ പ്രതീക്ഷയോടുകൂടി പോത്തുണ്ടിയിലെയും അതുപോലെ തന്നെ സജിതയുടെ ബന്ധുക്കളെല്ലാം ഉറ്റുനോക്കുന്ന ആ വിധി ഉണ്ടാവും. ഏതായാലും ചെന്താമര സ്മൃതി, തീർച്ചയായും സജിതയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിധി കേൾക്കാൻ വേണ്ടി എത്തിയാണ്. തൊട്ടപ്പുറത്ത് കോടതിയുടെ തൊട്ടപ്പുറത്ത് തീർച്ചയായും അവർ കോടതിയുടെ തൊട്ടുപുറത്ത് തന്നെ അവർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ വിധി കാത്ത് അവർ എല്ലാവരും ഈ മേഖലയിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിധിക്ക് ശേഷം തൊട്ടപ്പുറത്തേക്ക് മാറിയിരിക്കുകയാണ്. ഏതായാലും അവരെല്ലാം കാത്തിരുന്ന പോലെ തന്നെ ഇപ്പോൾ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി.